ഇന്ന് തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴേ നൂലങ്ങോട്ട് ഉടക്കി. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതേ നോക്കിയേ, മുകളിലത്തെ നൂലാണ് ഉടക്കിയിരിക്കുന്നത്. താഴത്തെ നൂല് കുഴപ്പമൊന്നുമില്ല, മുകളിലത്തെ നൂല് പിടിച്ച് വലിച്ചിട്ട് നമുക്ക് പോരുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ വന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് അഴിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ അതിനാദ്യം തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഒരു സ്ക്രൂ കാണും. അത് നമ്മൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഊരിപ്പോരും. ഒറ്റ കൈമിനെടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് ഇളക്കമൊക്കെ ഉണ്ടാവും. ഇനി ഇത് ഈ ഫ്രണ്ടിലുള്ള ഈ സംഭവം ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കൊണ്ട് എടുക്കുക. അവിടെ ഇവിടെയൊക്കെ ചെറിയ ജോയിൻറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് പോരണം. അപ്പോൾ അടിയിലത്തെ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതേ മുകളിൽ കണ്ടില്ലേ, ഇവിടെയാണ് ഇത് പെട്ടിരിക്കുന്നത്, നമ്മുടെ നൂല് പെട്ടിരിക്കുന്നത്. അതിങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കരുത് കേട്ടോ. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് പതുക്കെ ഒന്ന് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കണം. അല്ലാതെ ഇങ്ങോട്ട് പൊട്ടിച്ച് ഇങ്ങോട്ട് എടുക്കരുത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ചിലപ്പോൾ കൈ കിട്ടിയെന്ന് വരില്ല. ഇതേപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചാൽ ഇത്രയും ഇങ്ങോട്ട് പോരും. ഇനി ഒന്ന് അനക്കിയൊക്കെ ഒന്ന് കൊടുക്കാട്ടോ. അവിടെ ഇവിടെയൊക്കെ വല്ല പ്രശ്നങ്ങളുണ്ടോ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്ക്. ഞാൻ നേരത്തെ ഓയിൽ ചെയ്താണ്, അതാണെന്ന് ചെയ്യാഞ്ഞത്. പിന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഞാനിങ്ങനെ കൈ കൊണ്ടൊക്കെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി റിപ്പയറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് വെക്കുമ്പോഴത്തേ ഇതേപോലെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഞാനിതിപ്പോൾ എങ്ങനെയാണ് വെച്ചതെന്ന് നോക്കി, ഒന്ന് ചരിച്ചിട്ടല്ല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചത്. അങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഇരുന്നോളൂ കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് കറക്റ്റായിട്ട് വെക്കുക. കണ്ടില്ല, അവിടെ ചെറിയ ജോയിൻറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ വെക്കുക. അതിന് സ്ക്രൂ ഒന്ന് ശരിയാക്കി കൊടുക്കുക. എൻ്റെ അടുത്ത് കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണത്, നൂലൊക്കെ ഉടക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യണേന്ന്. നമ്മൾ ടെൻഷൻ അടിക്കാതെ ഇതേപോലെ പതുക്കെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കും. ഈ ഐഡിയ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ.